ചൈന നവീനമായ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു. ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. മെട്രോ ട്രെയിൻ തലകീഴായിട്ട് ഓടുന്ന മെട്രോ ട്രെയിൻ, തനിയെ ഓടുന്ന കാറുകൾ, വെള്ളത്തിലൂടെ പോകുന്ന കാറുകൾ, ഇടയ്ക്ക് പറക്കുന്ന കാറുകൾ, ഇതെല്ലാം വന്ന് ചൈനയിൽ പ്രായോഗികമായി കഴിഞ്ഞു. ഓട്ടോ പൈലറ്റ് നമ്മൾ കയറിയിരുന്നാൽ മതി, കാർ ഓടിക്കും. കരയിലും വെള്ളത്തിലും ആംഫിബിയൻ വെഹിക്കിൾസ് വന്നിരിക്കുന്നു ഒക്കെ വന്നിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും പുതിയത് ഇങ്ങനെ പൈലറ്റ് ഇല്ലാതെ ഓടുന്ന മുങ്ങിക്കപ്പൽ ചൈന ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. ആളില്ലാത്ത മുങ്ങിക്കപ്പൽ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞു. ആളില്ലാതെ നീറ്റിലിറങ്ങി. അത് ബ്ലൂ വെയിൽ എന്നാണ്. നീലത്തിമിക്കല. ശരിക്കും ലോകം ഞെട്ടിയിരിക്കുകയാണ്. കാരണം ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുങ്ങിക്കപ്പൽ ആളില്ലാതെ വരുന്നത്. അപ്പോൾ ഈ ആളുണ്ടെങ്കിൽ ആളിന്റെ സുരക്ഷിതത്വമൊക്കെ നോക്കുമല്ലോ. ഇത് അതിന്റെ ആവശ്യമില്ല, ഈ അഴിച്ചു വിടാമല്ലോ കടലിന്റെ അടിയിൽ. അങ്ങനത്തെ ഒരു പലതും ചെയ്യാനും പറ്റില്ല. അടിപൊളി സെൻസറുകളായിരിക്കും അല്ലേ? സെൻസറുകള്, പിന്നെ വേറെ രാജ്യങ്ങളുടെ കേബിളുകളൊക്കെ എവിടെയെങ്കിലും കണ്ട് കട്ട് ചെയ്തിട്ടൊക്കെ പോവാമല്ലോ. ആരന്വേഷിക്കാനാണ്? അപ്പോൾ ആദ്യത്തെ ആളില്ല മുങ്ങിക്കപ്പൽ അണ്ടർ സീ വാർഫെയർ, കടലിൻ്റെ അടിയിലെ യുദ്ധത്തിന് വേണ്ടി കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് ലോകത്തിലെ ആദ്യത്തെ അതിവേഗ സബ്മേഴ്സിബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മുങ്ങിക്കപ്പൽ എന്ന് പറയാം, മുക്കാവുന്ന കപ്പൽ എന്ന് പറയാം. സബ്മേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ സബ്മേഴ്സിബിൾ 30 ദിവസം വെള്ളത്തിൻ്റെ അടിയിൽ ഏത് കാലാവസ്ഥയിലും ഇത് മുങ്ങിക്കിടന്നോളും. 30 ദിവസം വരെ. ഏപ്രിൽ 28 കഴിഞ്ഞ ദിവസം ഷുഹായ് അവിടെയാണ് ഇത് പ്രദർശിപ്പിച്ചത്. ഇങ്ങനൊരു സംഗതി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത്. സിൻഹുവ അതിനെപ്പറ്റി അവരുടെ വാർത്താ ഏജൻസി റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ജൂണിൽ പണി തുടങ്ങിയതാണ് ഇതിൻ്റെ. ഹാർബർ സീ ട്രയലുകൾ ഇനി ബാക്കിയുണ്ട്. തുറമുഖത്തിലും കടലിലും ഒക്കെ കൂടുതൽ പരീക്ഷണങ്ങൾ ബാക്കി കിടപ്പുണ്ട്. അടുത്ത കൊല്ലം ഇത് സർവീസിൽ ചേരും. അവിടുത്തെ നേവിയുടെ ഭാഗമായി ചേരും. ഇൻ്റലിജൻ്റ് ഓഷ്യൻ എക്യുപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചാരപ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മാരിടൈം ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കാലാവസ്ഥയിലും നിൽക്കും. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. സമാധാനം, ഗവേഷണം, റിസർച്ച് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ AI ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ആണ് ഇതിലുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ മുങ്ങിക്കപ്പൽ. ഓപ്പറേഷണൽ ശേഷി 3 ഇരട്ടി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മീറ്റിയറോളജിക്കൽ സെൻസേഴ്സ് അതിനുണ്ട്. അല്ലാത്തത് വേണമെങ്കിൽ അതുമൊക്കെ കാണുമായിരിക്കും ഇതിൻ്റെ അകത്ത്. 36 അടി നീളം, 12 ടൺ ഭാരം. ഈ ഹൈ സ്പീഡ് സർഫസ് ഷിപ്പ് എന്ന് പറയാം ഇതിനെ. അണ്ടർ സീ വെസൽ എന്നും പറയാം. 36 നോട്ട് സ്പീഡിൽ ദൂരങ്ങൾ താണ്ടാനായിട്ട് ഇതിന് കഴിയും. അതിവേഗം സഞ്ചരിക്കാം. യുദ്ധക്കപ്പലിന് സമാനവുമാണ്. അതേസമയം അമേരിക്കൻ നേവിയുടെ ടോർപിഡോ അതിന് സമാനമാണ്. പക്ഷെ അതിൽ ഇഷ്ടംപോലെ ജീവനക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ടോർപിഡോ. അപ്പോൾ അമേരിക്കൻ നേവിയുടെ ടോർപിഡോയ്ക്ക് സമാനമായ പേരാണ് അതിന്റെ കപ്പലിന്റെ പേര്. ഈ സബ്മറൈൻസ് മുകളിലേക്ക് വിടുന്ന മിസൈലുകൾക്ക് ടോർപിഡോ എന്ന് പറയാറില്ല, ടോർപിഡോ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതെ, അപ്പോൾ അങ്ങനെ അതിന് സമാനമാണ്. പക്ഷെ ആളില്ലാത്ത മുങ്ങിക്കപ്പലാണ്. ചക്രവാതങ്ങളെയൊക്കെ ഇത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. 60 മീറ്റർ താഴേക്ക് ഇതിന് പോയി കഴിയാം. കടലിൻ്റെ അടിയിൽ വലിയ ചക്രവാതമൊക്കെ വരുമ്പോൾ 130 km/h ടൈഫൂണിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പോലെ മുങ്ങിക്കിടക്കുമ്പോഴും 4 നോട്ട് സ്പീഡ് സഞ്ചരിക്കാൻ പറ്റും. അടിയിലും 20 തരം ആയുധങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് കാലാവസ്ഥാ സർവേകൾ നടത്താം, അണ്ടർ വാട്ടർ മാപ്പിംഗ് നടത്താം കടലിൻ്റെ അടിയിൽ. പിന്നെ ഫോട്ടോ ചിത്രങ്ങൾ എടുക്കാം, വാട്ടർ സാമ്പിളിംഗ് അത് ചെയ്യാം. സബ്സീ കേബിളുകൾ ഇതിന് വിന്യസിക്കാം. സബ്സീ കേബിള്, പൈപ്പ് ലൈനുകൾ
ഇതൊക്കെ പരിശോധിക്കുക എന്ന് പറയുമ്പോഴാണ് കുഴപ്പം ഇത് കട്ട് ചെയ്യും എന്ന് പറയുന്നത്. ഇത് റഷ്യ ഇപ്പൊ തന്നെ നമ്മൾ കാണാറുള്ളൂ രണ്ട് രാജ്യങ്ങളും പല രാജ്യങ്ങളും തമ്മിൽ റഷ്യ ചെയ്യുന്നതായിട്ട് കേബിളൊക്കെ മുറിഞ്ഞു പോകുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പരാതിപ്പെടുന്നുണ്ട്, റഷ്യ വന്നിട്ട് മുറിച്ചിട്ട് പോകുന്നു. വാർത്താവിനിമയ ചാനലുകളൊക്കെ ഇന്റർനെറ്റ് എല്ലാം കടലടി കൂടെ കടലിന്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഇതിന്റെയൊക്കെ ശല്യം സൗത്ത് ചൈന സീയില് ഈ ചൈന ഇത് ചെയ്യുന്നതായിട്ട് ഫിലിപ്പൈൻസ് ആരോപിക്കുന്നുണ്ട്. അതെ, നമ്മൾ ആലോചിക്കണം, കടലിനടി കൂടെ പോയി ഈ അണ്ടർ വാട്ടർ കേബിൾ മുറിച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. പിന്നീട് ഇത് റീപ്ലേസ് ചെയ്യുന്ന സബ്മറൈനിൽ പോയി വേണം ഇത് പുനഃസ്ഥാപിക്കാൻ. ലക്ഷങ്ങളല്ല, കോടികളുടെ ചെലവാണ്. പിന്നെ വലിയ ചെലവാണ്. അപ്പം ഇതിൻ്റെത് മോഡുലാർ ഡിസൈൻ ആണ്. അപ്പം എങ്ങനെ വേണമെങ്കിലും അത് കൈകാര്യം ചെയ്യാം. സൗത്ത് ചൈന സീ ട്രയൽസ് കുറച്ചൊക്കെ ചെയ്തു. സൗത്ത് ചൈന സീയിൽ ട്രയൽ എടുത്തു. 3000 ചതുരശ്ര കിലോമീറ്റർ 15 ദിവസത്തിൽ മാപ്പ് ചെയ്തു. ഇപ്പം തന്നെ ഇത് ഡീപ് സീ എക്സ്പ്ലറേഷൻ ഗവേഷണം ഇതിനൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മൈനുകൾ ഇതിനെ വിന്യസിക്കാം കടലിൻ്റെ അടിയിൽ മറ്റ് സബ്മറൈനുകളെ തകർക്കാൻ വേണ്ടി. അണ്ടർ വാട്ടർ സർവൈലൻസ് നടത്താം, നിരീക്ഷണങ്ങൾ. മറ്റ് രാജ്യങ്ങളുടെ അന്തർവാഹിനികൾ വരുന്നതും ഒക്കെ ഇവർക്ക് നിരീക്ഷിക്കാൻ പറ്റും. ആൻറ്റി സബ്മറൈൻ വാർഫെയറിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഈ അന്തർവാഹിനികളൊക്കെ തകർക്കാം. സൗത്ത് ചൈന സീയിൽ വലിയ പ്രശ്നമായിരിക്കും ഇനി ഫിലിപ്പൈൻസിന് പ്രത്യേകിച്ചെന്ന് തോന്നുന്നു അറിഞ്ഞിടത്തോളം. ജനുവരിയിൽ ഫിലിപ്പൈൻസ് പറഞ്ഞിരുന്നു ഫിലിപ്പൈൻസിൻ്റെ ഒരു മുങ്ങിക്കപ്പൽ HY-119 ഡ്രോൺ ഇങ്ങനെ കണ്ടെത്തിയതായിട്ട്. അതായത് ഫിലിപ്പൈൻസിൻ്റെ ഒരു മുങ്ങിക്കപ്പൽ ചൈനയുടെ ഒരു ഡ്രോൺ, ആ ഡ്രോണിന് ഫിലിപ്പൈൻസ് പേര് കൊടുത്തിരിക്കുന്നത് HY-119 എന്നാണ്. ചൈനയുടെ ഒരു ഡ്രോൺ ഇങ്ങനെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കടലിനടിയിലൂടെ പോകുന്ന ഡ്രോണിന്റെ കാര്യമായി പറയാം. അതെ, ഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും, മറ്റേ ഡ്രോണാണ്. കടലിനടിയിലൂടെയും ഡ്രോണുകൾ അയക്കാറുണ്ട്. കടലിന്റെ അടിയിലൊരു ഡ്രോൺ ഫിലിപ്പൈൻസ് കണ്ടെത്തി. അല്ല, നമ്മൾ ഈ പറയുമ്പോൾ ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന ഡ്രോണുകളെ ഇപ്പോഴത്തെ ഡ്രോൺ വിമാനത്തിന്റെ വലിപ്പമുള്ള ഡ്രോണുകൾ ഇപ്പോൾ ആകാശത്ത് പറക്കാനുണ്ട്. അതുപോലെ തന്നെ കടൽ ഇപ്പോൾ വേണമെങ്കിൽ ഇത് പറയാം 300 കോടിയൊക്കെ വരുന്നത്. അതെ ഡ്രോൺ. അല്ല, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സബ്മറൈനില്ലേ, അതും ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോൺ തന്നെയാണ്. ആളില്ലാതെ റിമോട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ AI ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡ്രോൺ തന്നെയാണ്. സബ്മേഴ്സിബിൾ എന്ന് അവരും പറയുള്ളൂ. സബ്മറൈൻ എന്ന് പറയാൻ പറ്റും. യുദ്ധക്കപ്പലിന് സമാനമാണ് വിവരണത്തിൽ പറയുന്നു. 50,000 മുതൽ 1,00,000 വരെ ഈ നേവൽ മൈനുകൾ ഇതിന് ഒരേ സമയം വിന്യസിക്കാൻ പറ്റും. 30 തരം മൈനുകൾ ഇതിന് കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും ചൈന തായ്വാൻ അധിനിവേശത്തിന് വേണ്ടിയാണ് ഇതുണ്ടാക്കി ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫിലിപ്പൈൻസിനെതിരെയും ഇത് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. 48 ശരിക്കുള്ള അന്തർവാഹിനികളാണ് ചൈനയ്ക്കുള്ളത്. അത് നമുക്കറിയാവുന്ന കണക്ക്. കാരണം സബ്മറൈൻ്റെ കണക്കുകളൊക്കെ ലോകത്താരും പറയാറില്ല. ഏതായാലും ചൈന പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. ശാസ്ത്രരംഗത്ത് വലിയ കുതിച്ചുചാട്ടം ചൈനയ്ക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അത് ചൈന എങ്ങനെ എന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ളതാണ് വല്ലാത്തൊരു ആശങ്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ചൈന ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് അവരെല്ലാ പാർട്ടി കോൺഗ്രസിലും ഒക്കെ പറയുന്നത് ഈ തായ്വാൻ അധിനിവേശമാണ്. ചൈന ഇതൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പുറത്ത് അമേരിക്കയും ഇത്തരം ഗവേഷണങ്ങളിൽ വ്യാപൃതരാവുന്നുണ്ട്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പുറത്ത് പറഞ്ഞിട്ടില്ല എന്ന് പോലും വരാം. ശ്രീലങ്കയിൽ ഹമ്പൻ ടോട്ടയിൽ 2 കപ്പലുകൾ വന്നല്ലോ, റിസർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ജോലി വേറെ ആയിരുന്നു, പ്രതിരോധ ജേർണലുകളിലൊക്കെ ഉണ്ടായിരുന്നു. സർവൈലൻസും ഒക്കെ ആയിരുന്നു, മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകർക്ക് കൈമാറാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.